പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് ജീവിതത്തിൽ എത്ര ഉന്നതിയിലെത്തിയാലും, അതായത് നമ്മൾ ജോലിയിലാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ വലിയ പൊസിഷനിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിലുള്ള എളിമ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മറന്നുപോകും. നമ്മൾ എളിമയായിട്ട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാവും. അല്ലാതെ നമ്മൾ തലക്കനം, അതായത് ചില ആൾക്കാരുണ്ട്, അവർക്കുള്ള കീഴിലുള്ള ആൾക്കാരോട് അവർക്കൊരു പ്രത്യേക വെറുപ്പും അകലവും പാലിക്കും. പക്ഷെ അത് ശരിയായ കാര്യമല്ല. നമ്മൾ ജോലി കാര്യത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ചിട്ടകൾ വെച്ചേ പറ്റും. പക്ഷെ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള എളിമ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ അഹങ്കാരിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും നമ്മൾ അങ്ങനെ അഹങ്കാരിയായി മാറരുത്. നമ്മളെ എളിമത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മുന്നിൽ വിജയങ്ങളെ ഉണ്ടാവും. അതിന് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മളെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് വന്നായിരുന്നു. മോദിജി അന്ന് അവിടെ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും TV-യിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പുള്ളിയുടെ എളിമ എന്തുമാത്രമുണ്ട്. കാര്യം നമ്മളിൽ താന്ന്, അതായത് നമ്മളെ പ്രധാനമന്ത്രിയിൽ താന്നുള്ള ആൾക്കാരോട് എന്തുമാത്രം വിനയത്തോടും സ്നേഹത്തോടുമാണ് നമ്മളെ പ്രധാനമന്ത്രി പെരുമാറിയെന്ന് അന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇന്നും സമൂഹത്തിൽ മറ്റുള്ള രാജ്യക്കാർക്കെല്ലാം ഇഷ്ടം ആയിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ചെയ്ത് നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർ ഇഷ്ടം തോന്നിപ്പിക്കത്ത രീതിയിൽ നമ്മൾ പെരുമാറണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.